ശ്രീനാരായണ ഭക്തര് ലോകമെമ്പാടും ഗുരുദേവന്റെ 98ാമത് സമാധി ദിനം സമുചിതമായി ആചരിക്കുകയാണ്. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലും ഇന്ന് SNJSന്റെ ഭാഗമായി ഇവിടെ നമ്മൾ സമാധി ദിനം ആചരിക്കുന്നു. വർക്കലയിലും ശിവഗിരിയിലും ചെമ്പഴന്തിയിലും മറ്റ് SNDP ശാഖകളിലും മറ്റ് ഗുരുമന്ദിരങ്ങളിലൊക്കെ ഇന്ന് ഇതേ ദിവസം വിവിധ പരിപാടികളോടുകൂടി ചടങ്ങുകൾ നടക്കുകയാണ്. നമ്മളുടെ ഗുരുപൂജയ്ക്ക് ശേഷം ഉപവാസവും പ്രഭാഷണവുമാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ ക്ഷണിക്കപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വിദ്യാസാഗരൻ അദ്ദേഹം പ്രഭാഷണം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സകുടുംബമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പെൻഷൻ പറ്റി. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലും ഇന്നിവിടെ അദ്ദേഹം സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെ ഹൃദയത്തിന്റെ ഭാഷയിൽ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ാണ് അദ്ദേഹത്തിന്റെ വീട്. ഇന്ന് നമ്മുടെ സമാധി ദിന പരിപാടിയുമായി സഹകരിച്ചു പോരുന്ന കാര്യങ്ങളിലേക്ക് സജീവമായി സാന്നിധ്യമായി എത്തിച്ചേരുന്ന മാതൃസമിതിയിലെ പ്രധാന പ്രവർത്തകരെ, നമ്മുടെ മേൽശാന്തി ശ്രീ സുജിത്, ഇവിടെ വന്നു ചേർത്തിട്ടുള്ള മറ്റു ഗുരുഭക്തരെ എല്ലാവരെയും ഹർഷാരവത്തോടെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട SNJSന്റെ പ്രസിഡന്റ് ശ്രീമാൻ ശശി മാസ്റ്റർ അവർകൾ, സെക്രട്ടറി ശശി മാസ്റ്റർ അവർകൾ, സുഗതേട്ടൻ, മറ്റ് ഭാരവാഹികൾ, ശ്രീനാരായണ ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 98ാമത് ശ്രീനാരായണ സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി ഇവിടെ ശ്രീനാരായണ ദർശനത്തെ സംബന്ധിച്ച് ഒരു പ്രഭാഷണം നടത്തുന്നതിന് എന്നെ ക്ഷണിച്ച ശ്രീനാരായണ ഭക്ത സമാജത്തിന്റെ ഭാരവാഹികൾക്ക് അഭേദവുമായ നന്ദി അറിയിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഒരു സ്തോത്രകൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. മഹാകവി കുമാരനാശാൻ ശാന്തവും മധുരവും ഗംഭീരവും എന്ന് വിശേഷിപ്പിച്ച കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. ജനനി നവരത്ന മഞ്ജരി ജനനിയുടെ ഉച്ചയോടികളിൽ എന്ന് പറഞ്ഞ പൂങ്കുലം, ശബള ശോഭയും അതുപോലെ പദങ്ങളിലും പദ സംയോഗങ്ങളിലും ഒക്കെ സൗകുമാര്യം തുളുമ്പുന്ന ഈ സ്വച്ഛന്തമായ വനകല്ലുകളിനെ ഒഴുകുന്നത് പോലെ അതിൻ്റെ മധുരമായ ഒരു സംഗീതാത്മകമായിട്ടുള്ള ഒരു മനോഹരമായ കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. അതൊരു ശാരദാദേവി സ്തുതിയാണ്. ശിവഗിരിയിലെ ശാരദാദേവി പ്രതിഷ്ഠയോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചതാണ് ഈ കൃതി.
ശ്ലോകം ആലപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നു. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതൻ മതി മറന്ന്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതൻ മതി മറന്ന്. അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണുവലയും. അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണുവലയും. എന്നാശയം ഗതിപെറും നാഥഭൂമിയിലമർന്നാവിരാപ തുടരും. എന്നാശയം ഗതിപെറും നാഥഭൂമിയിലമർന്നാവിരാപ പടരും. ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനി. ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനി. വളരെ മനോഹരമായിട്ടുള്ള, വളരെ സംഗീതാത്മകമായിട്ടൊക്കെ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് കഴിയുന്ന ഒരു കവിതയാണ് ഈ ജനനി നവരത്ന മഞ്ചരി. ഇത് ജനനിയോടുള്ള ഒരു ജിജ്ഞാസുവിന്റെ, നമ്മള് ഈ സാധകന്മാരെ പറയും ആർത്തന്മാർ, അതുപോലെ അർത്ഥാർത്ഥികൾ, ജിജ്ഞാസുക്കൾ, അതുപോലെ ജ്ഞാനികൾ എന്ന് പറയും. ഇവിടെ ജിജ്ഞാസുവായിട്ടുള്ള, അറിയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ആത്മജ്ഞാനിയാണ് ഇവിടെ ഇതിലെ ഒരു ആള്, സാധകൻ. നമ്മളിപ്പോഴുള്ള ആള്, സാധാരണക്കാരായ ആളുകൾ. അങ്ങനെയുള്ള ആള് ഇത് അമ്മയെ വിളിച്ചിട്ട്, ഞാനിങ്ങനെ ഈ ദുഃഖ സമുദ്രത്തിൽ പെട്ട് വലഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് എന്നെ എന്റെ ആത്മരൂപത്തിലേക്ക്, അമ്മയുടെ ആ പൊക്കിൽ കൊടിയിലേക്ക് എന്നാണ് എന്നെ അമ്മ അങ്ങോട്ട് എത്തിക്കുന്നത് എന്ന് പറയുന്ന ഒരു സങ്കടകരമായി നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം. ദൈവദശകം പോലെ അല്ല, ദൈവദശകം കുറെ കൂടി ഒരു ഉറച്ച സാധകനാണ്. ഇവിടെ ഒരു സങ്കടം കൂടുതലുള്ള ഒരാളാണ്. അപ്പൊ അയാൾ പറയണ, ഞാനിങ്ങനെ ദുഃഖ സമുദ്രത്തിൽ വീണു വലഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഞാൻ ശരി എന്റെ അഖണ്ഡ ബോധത്തിലേക്ക് എനിക്ക് പോകണം. അതിന് ഒരു ദാർശനികമായിട്ടുള്ളതിന്റെ ഒരു സംഗതി ഞാൻ പറയാം. ഒന്നായ മാമതി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒന്നായ അഖണ്ഡ സ്വരൂപം, പ്രാപഞ്ചിക സത്ത അല്ലെങ്കിൽ അറിവ് എന്ന് ഗുരു പറയും. ഇവിടെ ത്രികുടി പറഞ്ഞതുകൊണ്ട് അറിവ് ത്രികുടി എന്നാണ് ഗുരു പറയുന്നത്. അതുപോലെ ബ്രഹ്മം, ജഗത്ത്, ആത്മാവ്, അനാത്മാവ്, ഇങ്ങനെയൊക്കെ പറയാം. അപ്പൊ ആ ആത്മരൂപത്തിൽ നിന്നും അനവധി ത്രികുടികൾ ഉണ്ടായി, ആയിരക്കണക്കിന് ത്രികുടികൾ അറിയപ്പെടുന്നയാൾ, അതാണ് ത്രികുടി. ഈ ലൗകിക ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഞാൻ പറഞ്ഞു, അതിനെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ദാർശനികമായി പറയുകയാണെങ്കിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയാം. നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് ത്രിഗുണാത്മകമാണ് എന്ന് നമുക്കറിയാം, അല്ലെ? നമ്മുടെയൊക്കെ പ്രകൃതി സത്വഗുണം, അതുപോലെ രജോ ഗുണം, തമോ ഗുണം, അങ്ങനെ 3 ഗുണങ്ങളുണ്ട് നമുക്കൊക്കെ. പിന്നെ നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. പിന്നെന്താണ് നമ്മുടെ ഈ പ്രകൃതി, നമ്മുടെ പ്രകൃതിയുടെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത്, ഘടകങ്ങൾ എന്ന് പറയുന്നത്, പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ, ശബ്ദന്മാർപ്പാട്, അങ്ങനെ കിടക്കുന്നതാണ് നമ്മുടെ ത്രികുടി. ത്രികുടി എന്ന് പറഞ്ഞാല് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ജ്ഞാനികൾക്ക്, നിങ്ങൾക്കൊക്കെ അത് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ത്രികുടിയിൽ വീണ് ബുദ്ധി മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആത്മരൂപത്തിലായിരുന്നു, ആ പരമാത്മരൂപത്തിൽ ഇരിക്കുന്ന ഒരാള് തന്റെ ബുദ്ധി മറന്ന് ഈ ത്രികുടിയിൽ വന്ന് പെട്ട് അന്നാദി, അതൊക്കെ സബ്റ്റിലായിട്ടുള്ള ബോഡീസ് ആണ്, വിസിബിൾ ആയിട്ടുള്ളതാണ്. അന്നമയ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിന്ന് ഞങ്ങളെ, നീ ഭവാത്തിക്ക് ഒരു ആവിവൻ തോണി പറഞ്ഞു. അപ്പോ ഈ ഭവാത്തി എന്ന് പറയുന്നത് ദുഃഖസമുദ്രം. അതുപോലെ തന്നെ അതിൽ ആഴിയിൽ ഞങ്ങൾ ആഴവേ എന്നൊക്കെ അവസാനം പറയുന്നത്, അവിടെ അർത്ഥം വേറെ മാറിപ്പോകും. അവിടെ ബ്രഹ്മതത്വത്തിൽ ലയിക്കുന്നു എന്നർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്ന ദുഃഖസമുദ്രവും ഇതിൽ പറയുന്ന ജനനി നവരത്ന മഞ്ജരിയിലും പറയുന്ന സംഗതി ഒന്നാണ്. ദുഃഖസമുദ്രത്തിൽ വീണ് വലയുകയാണ്. എന്നാശയം ഗതിപെറും നാഥഭൂമിയിലമർന്നാവിരാപ പടരും. ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി
കലർന്നാറിടുന്നു ജനനി. എന്നാശയം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നാദഭൂമിയിൽ അമർന്ന് ആവിരാപ പടരുന്ന എന്ന് പറയും. നാഥഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സർവവേദസാരമായിട്ടുള്ള ഓംകാരം, നമ്മൾ ഓം എന്ന് ഉച്ചരിക്കുന്നുണ്ട് ദൈവത്തിന് വേണ്ടി. അപ്പൊ ആ നാഥഭൂമി എന്ന് പറഞ്ഞാൽ ആ ഓംകാരത്തിൽ അമർന്ന് ആവിരാഭ പടരുക എന്ന് പറഞ്ഞാൽ ശോഭ പടരുന്നതായിട്ടുള്ള ആ ചിദ്വസ്തുവിലേക്ക് എന്റെ ത്രികുടിയെല്ലാം ഭീമ കടന്ന് തിങ്ങി വീങ്ങും, ത്രികുടി മുടിഞ്ഞു തെളിഞ്ഞു കരസ്ഥമാകുകയിലെന്ന് ഉപനിഷത്ത് ഉക്തി രഹസ്യമൂർത്തികളെന്ന് ആത്മോദേശത്തിൽ പറയുന്നത്. അതുപോലെ ഈ അവിടെ നമ്മുടെ പരിപാവനമായ നമ്മുടെ ക്ഷേത്രം തന്നെ ദീപപ്രതിഷ്ഠയാണ് അല്ലെ. അപ്പൊ ഈ പ്രകാശ ദീപം എന്നൊക്കെ പറയുന്നത് അതെ. അപ്പോ അതിലുണ്ട് ദീപത്തിൽ വരുന്നത് ആ ത്രിഭുവന. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ത്രികുടി കലർന്ന് ആറിടുന്നത്, അറുമ്പടി കലർന്ന അറ്റുപോകാൻ എന്റെ ആ കാവ്യത്തില് ആ ശ്ലോകത്തില് ഒരു സാധകൻ എന്നുള്ള നിലയിൽ നമുക്കൊക്കെ വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. നമ്മളെ രക്ഷിക്കണം എന്ന് പറയുന്നതിന്റെ വേറൊരു രൂപത്തിലാണ് ഇങ്ങനെ പറയുന്നത്. സാധാരണ സങ്കടമുള്ള ആർത്തന്മാരായ ആളുകൾ എങ്ങനെ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുക എങ്ങനെയാണ്? ഈ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരി. ഇതിനേക്കാളും ഇതൊരു ആധ്യാത്മികമായിട്ടുള്ള ഏകത്വ സത്യദർശനം തുറവി നിൽക്കുന്ന ഒരു കൃതി തന്നെയാണ്. അതുപോലെ തന്നെ അദ്വൈത ദർശനം എന്ന് പറയുന്ന അതിന്റെ ഗുരുവിന്റെ ദർശനം ഈ ജനനി നവരത്ന മഞ്ചേരിയിലും ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സ്തോത്രകൃതിയായിട്ട് നമ്മൾ വന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിലമർന്നാവിരാപ പടരും ചിന്നാഭിയിൽ